ഹായ്, പ്രവാസി ടോക്ക് ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സലു. ഇന്ന് നമ്മുടെ ഗസ്റ്റ് ജോവൽ. ഹായ് ജോവൽ. ഹലോ സലു. എങ്ങനെ പോകുന്ന കാര്യങ്ങളൊക്കെ? നല്ല വിശേഷം. എന്തൊരു വിശേഷങ്ങളൊക്കെ? പുറത്ത് നല്ല മഞ്ഞാണ്, അതാണ് ഇപ്പോഴത്തെ വിശേഷം. കാനഡ ഉള്ളവരോട് ഇപ്പൊ വിശേഷം ചോദിക്കാൻ പാടില്ല. വിന്റർ കഴിഞ്ഞിട്ട് നേരെ ചോദിച്ചാൽ മതിയായിരുന്നു. ഓക്കെ, സോ നമ്മളെപ്പോഴും സംസാരിക്കുന്ന ആൾക്കാരാണ് ഞാൻ ജോവലൊക്കെ. പക്ഷെ ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നതിനിടയിലാണ് ഇതാണ് നമ്മുടെ തമ്മനയിലും. അതായത് 2010 ഫ്യൂഷനിൽ നിന്നും 2026 സൈബർ ട്രക്കിലേക്കുള്ള ഒരു യാത്ര. ആ യാത്രയെ കുറിച്ച് ജോലിനൊന്ന് പറയാമോ? 2015 ഞാനിവിടെ വന്നത്. 2015 മുതൽ 2026 വരെയുള്ള യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ലോങ് ആയൊരു സ്റ്റോറിയാണ്. പക്ഷെ നമ്മുടെ ടൈം പക്ഷെ അത് രസകരമായൊരു യാത്രയാണ്. പക്ഷെ അതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പൊ ഓർക്കുമ്പോ ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പൊ സനു പറഞ്ഞ പോലെ ഞാനിവിടെ വന്നപ്പം 2010 കൂടി ഫ്യൂഷനൊക്കെ ഉപയോഗിച്ചത്. പക്ഷെ ഇപ്പം നമ്മള് സൈബർ ട്രക്കൊക്കെ ഉണ്ടെങ്കിലും അതിലേക്ക് എത്തിയത് ദൈവാനുഗ്രഹമാണ്. ദൈവമാണ് മെയിൻ ഒരു റീസൺ. സോ ജോലിയുടെ ജോലിക്കായിട്ടാണോ വന്നത്, അതുപോലെ അതോ സ്റ്റുഡന്റ് ആയിട്ടാണോ വന്നത്? ഞാനിവിടെ പഠിക്കാൻ വേണ്ടിയാണ് വന്നത്. ഞാൻ +2 കഴിഞ്ഞപ്പം കയറി പോകുന്നു. 2015 കാനഡയിൽ വന്നത്. അപ്പൊ ആ ഒരു ടൈമില് +2 കഴിഞ്ഞ അല്ലെങ്കിൽ ആ ഒരു പീരീഡില് ഇങ്ങോട്ട് കാനഡയിലേക്ക് പഠിക്കാൻ വേണ്ടി വരുന്ന ഒരു കുറവാണ്. ഇപ്പം വരുന്ന ആ ഒരു +2 കഴിഞ്ഞിട്ട് 18 വയസ്സില് 18 വയസ്സിൽ കയറി വന്നു. അപ്പം ആ ഒരു ടൈമില് നമ്മള് നാട്ടില് പഠിക്കുക, മെഡിസിന് വേണ്ടി പോകാനൊക്കെ പ്ലാൻ ചെയ്തു. അത് ഫെയിലായി. എഞ്ചിനീയറിംഗിന് പോകാൻ വേണ്ടി നോക്കി, അത് ഫെയിലായി. ഡിഗ്രിക്ക് പോകാൻ വേണ്ടി നോക്കി, അത് ഫെയിലായി. പാസ്പോർട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോയി, അത് റിജക്ട് ആയി. സെക്കൻഡ് ടൈം റിജക്ട് ആയി. പിന്നെ വീട്ടില് എന്താ പറയണേ, ഒരു മുന്നോട്ട് പോകാൻ ഒരു സിറ്റുവേഷൻ ഇല്ലാതെ ഇരിക്കുന്ന സമയത്ത് തൊടുപുഴയിൽ ഒരു സെമിനാർ നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ആ സെമിനാർ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വീട്ടിൽ ചുമ്മിരിക്കൂലേ, അപ്പൊ പേരൻസ് പറഞ്ഞു വന്ന സെമിനാറിൽ പോയി അറ്റൻഡ് ചെയ്യാൻ. അത് പത്രത്തില് വന്നതാ. ഞാൻ അന്നേരം പറഞ്ഞു, പത്രത്തിൽ വന്ന പരിപാടിയാണെങ്കിൽ പോലും ഏജൻസി എന്ന് പറയുമ്പോ തന്നെ നമുക്ക് തട്ടിപ്പാണ് പേടി. പക്ഷെ ഞാൻ അതിനകത്ത് പോയി അറ്റൻഡ് ചെയ്തു. അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവര് പറഞ്ഞു മൊത്തം 10-25 ലക്ഷം രൂപ ആകും ഈ പഠിത്തം മൊത്തം കഴിഞ്ഞ്. തുടക്കം മുതൽ അവസാനം വരെ 25 ലക്ഷം രൂപ ആകും. അപ്പൊ അതിനകത്തൊരു തമാശ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനാണെങ്കിൽ നാട്ടില് ഒരിടത്തും അഡ്മിഷൻ കിട്ടാത്ത ആ ഒരു സമയത്ത് ഞാൻ അപ്പനോട് പറഞ്ഞു, ഒരു 10-25,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് മാനേജ്മെന്റ് കോട്ടയിൽ നമുക്കൊരു കോഴ്സ് കിട്ടുന്നു. അപ്പൊ അപ്പം പറഞ്ഞു 25,000 രൂപ ഒന്നും മുടക്കാൻ പറ്റത്തില്ല. ഞാനാണ് ആ അപ്പനോട് വിളിച്ചു പറയുവാണ്, 25,000 രൂപയല്ല 25 ലക്ഷം രൂപ ആവും കാനഡയിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോ ഞാൻ ഓർത്തത് അപ്പൊ തന്നെ റിജക്ഷൻ അടിക്കുള്ളൂ. പക്ഷെ അപ്പം പറഞ്ഞു ഒന്ന് നോക്കാം. നമുക്ക് കുറച്ച് പൈസ ഉണ്ടെങ്കിൽ എഞ്ചിനീയറിംഗ് മാനേജ്മെന്റ് കോട്ട, ഈ പൈസ ഉണ്ടെങ്കിൽ എഞ്ചിനീയറിംഗ് സുഖമായിട്ട് കിട്ടും മാനേജ്മെന്റ് കോട്ടയില്. അതൊന്നും വേണ്ട. എഞ്ചിനീയറിംഗ് അല്ല, നമുക്ക് മെഡിസിൻ സീറ്റ് കിട്ടും. 25 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് മെഡിസിൻ പഠിക്കാൻ വേണ്ടി പോകാൻ പറ്റും. പക്ഷെ ഇതില് ജോലിയായിട്ട് വലിയ റിസ്ക് എടുത്ത് ജോലിയുടെ ഇങ്ങനെ 2015 കാനഡയിലേക്ക് വന്നു. അപ്പം നമ്മള് പഠിക്കാൻ എടുത്തിരിക്കുന്ന കോഴ്സിന്റെ പേര് ഓട്ടോമോട്ടീവ് പവർ എന്നാണ്. അപ്പൊ നമ്മുടെ അടുത്ത് ഏജൻസി പറഞ്ഞത് ഒരു കാർ ഡിസൈനിങ് കോഴ്സാന്നാ പറഞ്ഞത്. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് കാർ ഡിസൈനിങ് അല്ല, കാർ വർക്ക്ഷോപ്പ് കോഴ്സാണ്. പക്ഷെ ഒരുപാട് സ്കോപ്പ് ഉള്ള കോഴ്സാണ്. ഒരുപാട് ഇവിടെ ഓരോ തൊഴിലിനും അതിന്റേതായ റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ട്രേഡ്സ് ആണ് ഏറ്റവും കൂടുതൽ കാനഡ നോക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. പക്ഷെ എന്നാലും എനിക്ക് വഴക്കമില്ലാത്ത ഒരു കാര്യമാണ്. അന്ന് വേർപ്പിന്റെ അസുഖമൊന്നുമില്ല. അന്ന് എന്തും ചെയ്യാൻ നമ്മൾ തയ്യാറാണ്. പക്ഷെ ആ കോഴ്സ് കംപ്ലീറ്റ് ആക്കി നയാഗ്ര കോളേജിൽ പഠിച്ചു. കോഴ്സിനേക്കാളും കൂടുതൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് വർക്കായിരുന്നു. കാരണം നമ്മളെ പഠിക്കാൻ വേണ്ടി വന്നെങ്കിലും നമ്മൾ എങ്ങനെയും ഫീസ് അടയ്ക്കുക എന്നൊരു 25 ലക്ഷത്തില് ആദ്യത്തെ ഫീസും അനുഗ്രഹവും അതാവും മിക്ക പാരന്റ്സും ഇവിടെ കൊടുത്തുവിടുക. അതെ, നമുക്ക് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന GIC എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് നമ്മൾ ബാങ്കിലേക്ക് വിടും. പിന്നെ ആദ്യത്തെ സെമസ്റ്റർ ഫീസ് അടച്ചു. രണ്ടാമത്തെ സെമസ്റ്റർ തരുമെന്ന് പറഞ്ഞോ? അതോ ഞാൻ ഇവിടെ വന്നപ്പോ തന്നെ തീരുമാനം എടുത്തു, ഇനി ഒരു പൈസ വീട്ടിൽ മേടിക്കുന്നില്ല, എങ്ങനെയെങ്കിലും ജോലി ചെയ്ത് ഫീസ് അടയ്ക്കുക എന്നൊരു പ്ലാൻ ആയിരുന്നു. അപ്പൊ നമ്മള് കോളേജിൽ പോകുമ്പോഴൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ എങ്ങനെ ഓരോ കാൽക്കുലേഷൻ ചെയ്യും. ഈ ആഴ്ച ഇത്ര പൈസ ഉണ്ടാക്കാൻ പറ്റും, ഈ മാസം ഇത്ര പൈസ ഉണ്ടാക്കാൻ പറ്റും. അപ്പം
ജൂലൈയിലോ ഓഗസ്റ്റിലും കണ്ടാണ് എനിക്ക് ഫീസ് അടയ്ക്കേണ്ടത്. അന്ന് $7,000 5 മാസം കൊണ്ട് ഉണ്ടാക്കണം. അപ്പൊ ആ $7,000 നമ്മള് ഒരു ദിവസം 12 മണിക്കൂർ $650 കിട്ടും. അതിൽ ചെലവ് പോകും, പക്ഷെ ബാക്കി ഉണ്ടാക്കുന്നത് ചെലവൊക്കെ വളരെ കുറവാണ്. ചെലവിന്റെ കാര്യം ഓർക്കുമ്പോ ഒത്തിരി തമാശയുണ്ട്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ താമസിച്ചത് ഒരു 7-8 പേര് കൂടിയുള്ള ഒരു വീട്ടിലാണ്. ഒരു 2 ബെഡ്റൂം 1 ബാത്റൂം. അപ്പൊ 7-8 പേരുണ്ടായിരുന്നു വീട്ടില്. ഇപ്പൊ 2 ബെഡ്റൂം 1 ബാത്റൂമും ഉള്ളു. അപ്പൊ ഞങ്ങളുടെ ചെലവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് എനിക്കിപ്പോൾ ഓർമ്മയുണ്ട് $183 ഒരു മാസം. അതിനകത്ത് ഒരു മീൽ ഞങ്ങൾ പുറത്തു പോയിട്ട് ആവശ്യമായിട്ട് കഴിക്കും. $183. അപ്പം ഭക്ഷണം, അക്കോമഡേഷൻ എല്ലാം കൂടെ കൂടിയാണ് $183. അപ്പൊ നമ്മൾ അതുപോലെയാണ് ടൈറ്റ് ആയിട്ടാണ് പിടിച്ചാണ് നോക്കിക്കൊണ്ടിരുന്നത്. കാരണം ആ GST പൈസ നമ്മൾ സേവ് ചെയ്ത് ഫീസ് അടയ്ക്കാൻ വേണ്ടി മാറ്റും. അതിന്റെ കൂടെ ജോലി ചെയ്തു. അതായത് നാട്ടിൽ നിന്ന് വരുമ്പോഴേ ഒരു അറിയായിരുന്നോ 7 പേര് കൂടി ഒരുമിച്ചൊരു അപ്പാർട്ട്മെന്റ് ആണോ? അങ്ങനെ ഒരു നമ്മൾ കണ്ടിരിക്കുന്ന ഒരു കാനഡ വേറൊരു സ്വപ്നമാണോ കണ്ടത്. നമ്മള് സിനിമയിലൊക്കെ കാണുന്ന ഒരു വെസ്റ്റേൺ സ്റ്റൈൽ വീടുകള് അതൊക്കെയാണ് നമ്മുടെ മൈൻഡിലുണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോഴും നമ്മള് അഡ്ജസ്റ്റഡ് ആയി. നമുക്ക് വേറെ എന്താ നമ്മള് ഒരു സമയത്തുള്ള പോലെ തന്നെ നമ്മള് പെട്ടുപോയി. ഓപ്ഷൻ ബി ഉണ്ടെങ്കിൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഞാനൊരു കൂട്ടുകാരനോട് പറഞ്ഞു, എടാ നമ്മൾ ഈ നേരത്തെ ഇങ്ങോട്ട് കയറി വന്നത് എങ്ങനെയും തിരിച്ചു പോകാൻ പറ്റുമോ എന്നൊക്കെ ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ മാസങ്ങളൊക്കെ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടത്തെ എന്താ കാലാവസ്ഥയും അല്ലെങ്കിൽ ഇവിടുത്തെ സാഹചര്യമായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ആയി. ഇപ്പൊ മഞ്ഞാണെങ്കിൽ പോലും നമ്മൾ അഡ്ജസ്റ്റ് ആയി. മഞ്ഞ് ഭയങ്കര ഒരു എന്താ നമ്മുടെ പേടി സ്വപ്ന. നമ്മള് നാട്ടിൽ നിന്നൊക്കെ ആദ്യം വരുമ്പോ എനിക്ക് തോന്നുന്നു അത്ര പേടി സ്വപ്നം ആവില്ല. കാരണം നമ്മൾ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് പേടി വരുമ്പോ. നമ്മൾ ആദ്യം വരുമ്പോ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ ബസ്സിലിരിക്കുമ്പോ നമുക്ക് അധികം എന്നാലും ഈ തണുപ്പ് നമുക്ക് സഹിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പൊ നാട്ടിൽ നിന്ന് തന്നെ ജാക്കറ്റ്, അതിന്റെ ഉള്ളിൽ തെർമല്, ഇതൊക്കെ നമ്മള് റെഡി ആക്കിയിട്ടാണ് ക്യാമറ ജാക്കറ്റ് അതെ. അപ്പൊ ആ ഒരു ഇത് നമ്മള് എവിടെയാണ് ആദ്യം ജോലിക്ക് കയറിയത്? ആദ്യം ജോലി ചെയ്തത് ഒരു ഇന്ത്യൻ റെസ്റ്റോറന്റില്ല. ഇന്ത്യൻ റെസ്റ്റോറന്റ് അല്ല, ഇന്ത്യൻ പാകിസ്ഥാനി റെസ്റ്റോറന്റ്. അപ്പൊ അതൊരു ബൊഫേ ഒക്കെ ഉള്ള ഒരു റെസ്റ്റോറന്റ് ആയിരുന്നു. നമുക്ക് ആദ്യം കിട്ടിയ ഇതിനകത്ത് ഏറ്റവും ഒരു ബ്ലെസ്സിങ് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാനഡയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ജോലി കിട്ടിയായിരുന്നു. എന്റെ അക്കോമഡേഷൻ റെഡിയാക്കിയ ആ ഒരു ഏജൻസി ത്രൂ ആണ് ഞാൻ കാനഡയിലേക്ക് വന്നത്. ഏജൻസി നേരത്തെ കയറ്റിവിട്ട സ്റ്റുഡൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്തു. അപ്പം അവര് നമുക്ക് അക്കോമഡേഷൻ തന്നു. അപ്പൊ അവര് വർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് നമ്മളെ റെഫർ ചെയ്തു. അപ്പൊ ഞാൻ കാനഡയിലേക്ക് വന്ന് പിറ്റേ ദിവസം തന്നെ ജോലിക്ക് പോയി. കോളേജ് സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് തന്നെ ജോലിക്ക് പോയി. അപ്പൊ ഞാൻ പിറ്റേ ദിവസം ജോലിക്ക് പോയി. പക്ഷെ ജോലിക്ക് പോയെങ്കിലും 1-2 ആഴ്ച നമുക്ക് ശമ്പളം ഒന്നും കിട്ടിയില്ല. എന്താ ട്രെയിനിങ് എന്ന് പറഞ്ഞത് അന്ന് ട്രെയിനിങ്ങിന് ശമ്പളം ചിലവര് കൊടുക്കും, ചിലവര് കൊടുക്കത്തില്ല. അന്ന് 2 ആഴ്ചത്തെ ശമ്പളം ഒന്നും കിട്ടിയില്ല. പക്ഷെ നമുക്ക് കുഴപ്പമില്ല. അവിടെ നിന്നാണ് നമ്മൾ ഫീസ് അടയ്ക്കാനുള്ള പൈസയൊക്കെ ഉണ്ടാക്കിയത്. നമ്മൾ സെർവറായിട്ടാണ് അവിടെ കയറിയത്. സെർവറായിട്ട് കയറി കഴിയുമ്പം നമ്മളെല്ലാവരും ജോലി ചെയ്ത് പ്രൊമോഷൻ അല്ലേ നമ്മൾ പോകുന്നത്. ഇവിടെ ഒരു തമാശ എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മള് സെർവറായിട്ട് കയറി 6 ദിവസമായിരുന്നു ഷിഫ്റ്റ്. അപ്പം അവിടെ ഒരു മലയാളി പയ്യനുണ്ട്. അപ്പം പുള്ളി അവിടുത്തെ ഡിഷ് വാഷറാണ്. അതെ. അപ്പം പുള്ളി എന്നോട് വന്നിട്ട് പറഞ്ഞു, എടാ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ, ഒരു ദിവസം എനിക്ക് ഓഫ് എടുത്താൽ കൊള്ളാന്നുണ്ട്, അന്ന് എന്റെ ഷിഫ്റ്റ് ഒന്ന് കവർ ചെയ്യാമോ എന്ന് ചോദിച്ചു. അപ്പൊ നമ്മള് ഒന്ന് കവർ ചെയ്ത് കൊടുത്തു. എന്റെ എക്സ്പീരിയൻസും എന്റെ പെർഫോമൻസും കണ്ടിട്ട് അവരെന്നെ കൂടെ ഫുൾ ടൈം ഡിഷ് വാഷറാക്കി മാറ്റി. സെർവറായിട്ട് കയറി 6 ദിവസം സെർവ് ചെയ്ത് കഴിഞ്ഞു. ഒരു ദിവസത്തെ ഡിഷ് വാഷർ കണ്ടപ്പോ ഇവരെ നമുക്ക് അപ്പനെ മാറ്റണം, അങ്ങനെ മാറ്റി. നമുക്ക് പ്രൊമോഷൻ ഡിഷ് വാഷിംഗ് ചെയ്യുമ്പോൾ 6 ദിവസം ഡിഷ് വാഷിംഗ്, 1 ദിവസം സർവിങ് തിരിച്ചായി. അപ്പൊ അതായത് ഏതോ സിനിമയില് ദിലീപ് പറയുന്നത് ഇത് ഡിഷ് വാഷിംഗ് അല്ല. അതെ, ആ ഒരു അവസ്ഥ തന്നെയാണ് ഇപ്പൊ പറഞ്ഞപ്പോ ഞാൻ ഓർമ്മ വന്നത്. ആ ഒരു ഡിഷ് വാഷിംഗ് മെഷീനും അല്ലെങ്കിൽ ഈ പാത്രം ക്ലീൻ വന്നുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ എന്താ പറയുക, ഞാനൊക്കെ നാട്ടിൽ എന്ന് പറയുമ്പോൾ ഞാൻ കഴിക്കുന്ന പാത്രം പോലും കഴുകി വെക്കില്ല. അല്ലെങ്കിൽ ആ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ബൗൾ കൊണ്ടുവരാൻ വേണ്ടി പറയും. ഞാൻ ആക്ച്വലി ഒരു 1500 പേരുടെ കല്യാണം കഴിഞ്ഞിട്ട് ആ പാത്രം മൊത്തം കഴുകുന്ന സിറ്റുവേഷൻ. ഈ പാത്രം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അത് പാത്രം എന്ന് പറഞ്ഞാൽ ചെമ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഡിഷ് വാഷിന്റെ പകുതിയെ ക്ലീൻ ആവുള്ളൂ, ബാക്കി നമ്മൾ ക്ലീൻ ആക്കണം. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബൊഫെ ആയതുകൊണ്ട് ബൊഫെ ഇടയ്ക്ക് മാറ്റും, അത് ഉരച്ച് കഴുകണം. പിന്നെ എല്ലാം ഉരച്ച് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് ഇങ്ങനത്തെ ചോദ്യങ്ങൾ തരുന്നത് കേട്ടോ. അപ്പം അത് പക്ഷെ ഇപ്പം എന്താ പറയാ, അന്ന് ആ കാലമൊക്കെ കഴിഞ്ഞു പോയി. ഒത്തിരി ഡിഫിക്കൽട്ടീസ് ഉണ്ടെങ്കിലും
അത് പക്ഷേ ഓർക്കുമ്പോ നമ്മളിപ്പോ ചിരിക്കാൻ അത് കഴിഞ്ഞ് എന്നാണ് പി എയിലേക്ക് മൂവ് ചെയ്തത്? അത് പി എയിലേക്ക് വന്നതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒണ്ടാരിയോ പ്രോവിൻസിൽ പി ആർ കിട്ടുക എന്ന് പറഞ്ഞത് ഭയങ്കര പാടുള്ള കാര്യമാണ്. അപ്പം അവിടെയുള്ളവരെല്ലാവരും പഠിത്തം കഴിഞ്ഞ ശേഷം പല പ്രോവിൻസിലേക്ക് മാറുകയാണ്. അപ്പം ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്തപ്പോ പി എയിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി ഒരു ഗൈഡൻസ് കിട്ടി. പി എയിലേക്ക് 2017 സോ ഇവിടെ പി എയില് മൂവ് ചെയ്ത് ഇവിടെ വന്നോടനെ ആ ഒരു ലക്ക് ഇവിടെ പ്രതിഫലിച്ചോ? വന്നോടനെ സെക്കൻഡ് ജോലി കിട്ടിയോ? അത് എനിക്ക് ഇവിടെയും കിട്ടി. ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആ സ്ഥലത്തിന്റെ ബാക്കില് ഒരു അപ്പാർട്ട്മെന്റിലാണ് താമസിച്ചത്. അന്ന് എനിക്ക് ജോലി കിട്ടിയിട്ടില്ല. അപ്പാർട്ട്മെന്റിന് മുമ്പിലാണ് ബീച്ച് സ്റ്റോർ. അപ്പൊ അവിടെ പോയിട്ട് ഞാൻ എന്റെ ഒരു റെസ്യൂമേ ഉണ്ടായിരുന്നു, അത് ഞാൻ കൊണ്ട് കൊടുത്തു. പിറ്റേ ദിവസം എന്നെ അവിടെ നിന്ന് വിളിച്ചു. അപ്പം അവരോട് നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചോദിക്കും പി ആറിന് സപ്പോർട്ട് ചെയ്യോ, കാരണം നമ്മൾ പി ആറിനെ അപ്പൊ അവര് അതിന്റെ പെർഫോമൻസ് അനുസരിച്ച് അങ്ങനെ പോലും പറഞ്ഞു. നമ്മുടെ റെസ്യൂമില് നമ്മൾ ഇത് തകർക്കും. നമ്മുടെ ഇന്ത്യൻ റെസ്റ്റോറന്റ് അവിടത്തെ മാത്രമല്ല അവിടെ വർക്ക് ചെയ്തത്. അതിനുശേഷം അവിടെ ഒരു ഇറ്റാലിയൻ റെസ്റ്റോറന്റ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ല അമേരിക്കൻ റെസ്റ്റോറന്റ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഫാസ്റ്റ് ഫുഡ് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ റെസ്യൂമിൽ എഴുതി വെച്ചിട്ടുണ്ട്. പഠിച്ചത് ഓട്ടോമോട്ടീവ് എഞ്ചിനീയറിംഗ് പഠിച്ചത്, പക്ഷേ എക്സ്പീരിയൻസ് റെസ്റ്റോറന്റിലാണ്. റെസ്റ്റോറന്റ് ആണ്. നമ്മുടെ കനേഡിയൻ എക്സ്പീരിയൻസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ റെസ്റ്റോറന്റ് ഫീൽഡ് എവിടെ നിന്നാലും ജോബ് അവിടെ തുടങ്ങും. ഇപ്പൊ ഡിഷ് വാഷ് ആണ്, അവിടെയാണോ? സെർവിംഗ് ആണ്. കുക്കിംഗ് വൈഫാണോ? വൈഫിനോട് ഞാൻ പറഞ്ഞിട്ടില്ല കുക്കി അറിയുന്നത്. കുക്കി അറിയാം. അപ്പൊ അതിനുശേഷം ഇവിടെ വന്ന് പി ആറിനെ സപ്പോർട്ട് ചെയ്യുന്നവർ പറഞ്ഞു. അപ്പൊ നമ്മൾ അവിടുത്തെ ഒരു അടിമക്കണ്ണായി മാറി. അതായത് മെയിൻ അടിമക്കണ്ണുകൾ മാറിക്കൊണ്ടേ. ശരിയാണ്. ഞാൻ കേറുന്ന ആ സമയത്ത് അവിടെ ആദ്യം കയറിയ ആൾക്കാരെല്ലാം പി ആർ വിട്ടിട്ട് ഇറങ്ങുക ആ ഒരു സീസണില്. പക്ഷെ അതിനകത്ത് വേറൊരു നല്ലൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വന്ന സമയത്തൊക്കെ പി ആർ ഇവിടെ ഫേവറബിൾ ആണ്. ഇപ്പൊ ഞാൻ വന്ന സമയത്ത് എന്റെ അടുത്ത ആളുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം കൊണ്ട് PNB കിട്ടും. അത് പറഞ്ഞാൽ പേപ്പർ PNB എന്ന് പറഞ്ഞെങ്കിൽ രാവിലെ കൊണ്ട് ആപ്ലിക്കേഷൻ വെക്കുന്നു, വൈകുന്നേരം ആകുമ്പോൾ PNB കിട്ടും. അപ്പൊ ഞാൻ വന്ന സമയത്ത് അത് ഒരു ദിവസം മാറി 2 to 4 weeks ആയി, ഒരു മാസമായി. അപ്പൊ നമുക്കത് കേട്ടപ്പോ ടെൻഷനായി, ഒരു മാസം എടുക്കും. ഇപ്പൊ എനിക്ക് തോന്നുന്നത് 18 മാസം. ഞാൻ വന്ന സമയത്ത് 6 months ആയിരുന്നു ഇവിടെ. ആ ഒരു സമയത്ത് 2020 അത് ഇപ്പൊ ഞാൻ ചോദിച്ചപ്പോ അവർ പറഞ്ഞ 18 months 19 months ഷുവർ അല്ല PNB കിട്ടുമില്ല. അല്ല ആ ഒരു സമയത്ത് ഇപ്പൊ വരുന്ന ആൾക്കാർ വർക്ക് പെർമിറ്റ് അങ്ങനത്തെ ഒരുപാട് സ്ട്രെസ്സും ഒക്കെ കടന്നു പോയിട്ട് ആൾക്കാർ ഇപ്പൊ PNB കിട്ടണം. PNB കിട്ടിയ ശേഷം 2.5 മാസം കൊണ്ട് PR കിട്ടുന്ന ഒരു എക്സ്പ്രസ് എൻട്രി ആയിരുന്നു. പക്ഷെ എനിക്ക് 2.5 മാസം കൊണ്ട് PR കിട്ടിയില്ല. ഞങ്ങള് ഫ്രണ്ട്സ് എല്ലാം ഒരുമിച്ചാണ് അപ്ലൈ ചെയ്തത്. അപ്പൊ ഞാൻ എന്റെ ഫ്രണ്ടിനെ ഹെൽപ്പ് ചെയ്തു. അപ്പൊ അവനൊരു 1.5 months കൊണ്ട് PR കിട്ടി. അപ്പൊ ഞാൻ അവനെ ഹെൽപ്പ് ചെയ്ത് പേപ്പർ വർക്ക് എല്ലാം ചെയ്തു കൊടുത്തു. എന്റെ PR ഇതുവരെ വന്നില്ല. ആ ഒരു ടെൻഷനായിരുന്നു. പക്ഷെ എനിക്കൊരു 3 to 4 months കൊണ്ട് എനിക്കും PR കിട്ടി. 2018 എൻഡ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും PR കിട്ടി. 2018 എൻഡ്. ഇപ്പൊ പക്ഷെ പിന്നെ ബ്രോ, അതായത് PR കിട്ടിക്കഴിഞ്ഞിട്ട് PRന്റെ മുന്നത്തെ ഒരു ലൈഫ് ഉണ്ടല്ലോ, അതായത് അത് തമ്മിൽ എന്താണ് ബ്രോ ഒരു ഡിഫറൻസ് തോന്നുന്നത്? PR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു ബേർഡൻ ആയിരുന്നു നമ്മുടെ മൈൻഡിൽ. എന്ത് ജോലി ചെയ്യാൻ തയ്യാറ്, എവിടെയും കഷ്ടപ്പെടാൻ തയ്യാറ്. പക്ഷെ PR കിട്ടി കഴിഞ്ഞ ശേഷം ആ PR കാർഡ് കിട്ടി പിറ്റേ ദിവസം ഞാൻ ആ സെയിം ഷിഫ്റ്റിന് തന്നെ പൊക്കോണ്ടിരിക്കും. മാറ്റമൊന്നുമില്ല. അപ്പൊ ഞാൻ എന്റെ സിസ്റ്ററോട് പറഞ്ഞു PR കാർഡ് കിട്ടി, പക്ഷെ നമ്മുടെ ലൈഫിന് വലിയ മാറ്റമൊന്നുമില്ല. സെയിം അവിടുത്തെ ഇറങ്ങാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പൊ തന്നെ സാധാരണ PR കിട്ടി കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ മറ്റേ ഇന്നസെന്റ് മറ്റേ കിരിക്കത്തില് പറഞ്ഞ പോലെ ചീത്ത വിളിച്ചിറങ്ങാം, അങ്ങനത്തെ ഒരു ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് രണ്ടൊക്കെ കിടക്കണമല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മള് മൈൻഡിലുണ്ട് PR കിട്ടിയ ഉടനെ തന്നെ മാറും. PR കിട്ടി കഴിഞ്ഞ ശേഷം വേറെ ജോലി നോക്കുവാണ്. റെസ്റ്റോറന്റ് എന്റെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ PR കിട്ടുന്നു, റെസ്റ്റോറന്റിൽ നിന്ന് ഗുഡ് ബൈ ചെയ്യും. അപ്പം അതായിരുന്നു നമ്മുടെ പ്ലാൻ. പക്ഷെ നമുക്ക് എന്താ പറയാ, റെന്റ് അടയ്ക്കണം, ഗുഡ് ബൈ പറയാൻ പറ്റില്ല. ലോക്കായി നിങ്ങളൊരു കണക്ഷൻ ഉണ്ട്. പക്ഷെ അതിനുശേഷം ഞാൻ വേറെ ഒരു സ്ഥലത്ത് പോയി ജോലി നോക്കി. അതൊരു ഫാക്ടറി ആയിരുന്നു. ഒരു ചേഞ്ചിന് വേണ്ടി റെസ്റ്റോറന്റ് മാറി ഫാക്ടറി ആയി. അപ്പം ഫാക്ടറി എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ പൗഡർ ഒക്കെ ഉണ്ടാക്കുന്ന സ്ഥലം. അവിടെ നമ്മൾ 2 മാസമാണ് ജോലി ചെയ്തു. 2 മാസത്തിനുള്ളിൽ സെറ്റായി. വെയിറ്റ് കൂടിയോ? വെയിറ്റ് കൂടിയില്ല, വെയിറ്റ് കുറഞ്ഞു. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യം തന്നെ ചെയ്തോണ്ടിരിക്കുക. റെസ്റ്റോറന്റ് ജോബ് എന്ന് പറയുമ്പോൾ ഇച്ചിരി നമ്മള് വ്യത്യസ്തമുണ്ട്.
അതിനകത്ത് ഡിഷ് വാഷിംഗ് സെർവറിലേക്ക് പോവാം അല്ലെങ്കിൽ അങ്ങനത്തെ പരിപാടി കിട്ടും. അത് മാത്രം ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ സെയിം ടാസ്ക് തന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം എനിക്ക് ആ ഒരു വർക്കിനോട് അത്രയ്ക്ക് പിന്നെ ആ ജോലി നമ്മൾ മാറി, പിന്നെ കുറെ നാൾ ജോലി ഇല്ലാതിരുന്നു. അതിനുള്ള ധൈര്യം വന്നു. അത് പിന്നെ എന്ന് പറയുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഡിഫറെന്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് ഒരു തോട്ട് വന്നു. അത് വന്നത് എന്റെ പേരൻസിൽ നിന്നാണ്, എന്റെ പപ്പയിൽ നിന്നാണ് ആ ഒരു തോട്ട് വന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പപ്പ ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ പപ്പയോട് പറഞ്ഞു നമ്മൾ ഈ സെയിം ജോലി തന്നെ ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താൻ പറ്റത്തില്ല എന്ന് പപ്പ പറഞ്ഞു. അപ്പൊ ഞാൻ പപ്പയോട് പറഞ്ഞു അങ്ങനെ പഠിക്കാൻ പോവാം, ഹയർ എഡ്യൂക്കേഷൻ ചെയ്യാം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അതിന്റെ പ്ലാൻ വീട്ടിൽ പപ്പയോട് പ്രസന്റ് ചെയ്തപ്പോ പപ്പ പറഞ്ഞു അടുത്തൊരു $20,000-30,000 നമ്മൾ സ്പെൻഡ് ചെയ്യണം. ആ $30,000 റീപേ ചെയ്യാൻ വേണ്ടി, ആ ഇൻട്രസ്റ്റ് റേറ്റും കൂടെ അടച്ചു തീർക്കാൻ വേണ്ടി നമ്മളൊരു എഗെയിൻ ഒരു $5,000 എടുത്തു. അപ്പൊ സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞൊരു പ്ലാൻ എപ്പോഴാണെന്ന് ചോദിച്ചു. അന്നേരമാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇത് ഞാൻ 18 വയസ്സുള്ളപ്പോഴാണ് കാനഡയിൽ വന്നത്. ഒരു 21-22 വയസ്സുള്ളപ്പോഴാണ് ഈ ഒരു പ്ലാൻ പഠിക്കേണ്ട ഒരു പഠിക്കാൻ പോയാലോ. പക്ഷെ ഇവിടെ കാനഡയില് പഠിക്കുക എന്നല്ല, ട്രേഡ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങള് നമ്മൾക്ക് അതിനകത്ത് കഴിവുണ്ടെങ്കിലാണ് നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ പപ്പ പറഞ്ഞു ആക്ച്വലി ഒരു ബിസിനസ് ട്രൈ ചെയ്തുകൂടെ എന്ന് ചോദിച്ചു എന്നോട്. അപ്പൊ എന്ത് ബിസിനസ്? നമുക്ക് ബിസിനസ് എന്ന് പറയുന്ന സംഭവം നമ്മുടെ മൈൻഡിലേ ഇല്ല. പക്ഷെ ഇച്ചിരി സേവിങ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വെച്ചിട്ട് ആ ക്യാപിറ്റൽ നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയായിരുന്നു പ്ലാൻ ചെയ്തത്. അങ്ങനെ പിന്നെ എന്ത് ബിസിനസ് ഞാൻ പപ്പയോട് ചോദിച്ചപ്പം അത് പപ്പ എന്നോട് പറഞ്ഞില്ല. അത് ആളുടെ ഡിസിഷൻ അല്ല, എന്റെ ഡിസിഷൻ ആണ്. അപ്പൊ ഞാൻ ചിന്തിച്ചപ്പം എനിക്ക് ആകെപ്പാട് അറിയാവുന്നത് എന്താ റെസ്റ്റോറന്റ് എക്സ്പീരിയൻസ് ആണ്. അതെ, അപ്പൊ അങ്ങനത്തെ എക്സ്പീരിയൻസ് നമുക്കുള്ളൂ. അപ്പം നമ്മൾ ഓർത്തു അങ്ങനെയാണെങ്കിൽ റെസ്റ്റോറന്റ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ത്യൻ റെസ്റ്റോറന്റ്, ഫ്രഷ് ഐഡിയ. പക്ഷെ അത് വർക്ക്ഔട്ട് ആയില്ല. നമ്മൾ കുറെ സ്ഥലത്ത് പോയി നോക്കി, സ്പേസ്, റെന്റൽ സ്പേസ് ഒക്കെ നോക്കി. ഒരിടത്ത് നമ്മൾ സൈൻ ചെയ്യാൻ വേണ്ടി തുടങ്ങിയതാ. പക്ഷെ എവിടെന്നോ നമ്മളെ അത് നന്നായി എന്തായാലും. പിന്നെ അത് വർക്കായില്ല. പിന്നെ നമ്മള് പതുക്കെ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തു. ഇപ്പൊ നമ്മളിങ്ങനെ ക്യാപിറ്റല്, അതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഒരു സേവിങ്സ് ഉണ്ടായിരുന്നു. സേവിങ്സ് നമ്മൾ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞപ്പോ ബാങ്കുകളെല്ലാം നമ്മൾ ചെയ്ത് തുടങ്ങി. ബാങ്കുകളെല്ലാം നമുക്ക് ഓഫർ ചെയ്യുന്ന വലിയ ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് 0.45% നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് തരാൻ വേണ്ടി അത് നോക്കുന്നത്. കോമ്പൗണ്ടിങ് ഒന്നും നടക്കത്തില്ല എന്ന് മനസ്സിലായി. പിന്നീടാണ് നമ്മൾ പതുക്കെ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക്. പിന്നെ സ്റ്റോക്ക് മാർക്കറ്റ് നമുക്കൊന്നും അറിയത്തില്ല. കാരണം നമ്മുടെ മൈൻഡില് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ തട്ടിപ്പ, പൈസ പോകുന്ന പരിപാടി, ലക്ഷങ്ങൾ കളയുന്ന ഒരു പരിപാടിയാണ്. ഒരുപാട് പൈസ മാത്രം അതിന് ചെയ്താൽ മതി എന്നുള്ള സ്കീമാണ്. അപ്പം നമുക്ക് അതിനെ കുറിച്ച് വലിയ പിടിപാടില്ല. ഞാൻ എന്റെ ഒരു ഫ്രണ്ടായിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ടെസ്ലയുടെ സ്റ്റോക്ക് വാങ്ങിക്കുക നല്ലതാണെന്നൊക്കെ ഒരു തോട്ട് വന്നു. അപ്പൊ ഞാൻ എനിക്ക് ഇതിനെ കുറിച്ച് വാങ്ങിക്കാനോ ഇത് എന്താ ചെയ്യണേന്നൊന്നും നമുക്ക് അറിയത്തില്ല. ഞാൻ പിന്നെ ഇതിനെ കുറിച്ചൊന്ന് യൂട്യൂബിലൊക്കെ കയറി നോക്കി റിസർച്ച് ചെയ്ത് പഠിച്ച് നമ്മൾ ആദ്യം ഒരു ടെസ്ലയുടെ സ്റ്റോക്ക് വാങ്ങിച്ചു. ടെസ്ലയുടെ സ്റ്റോക്ക് വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും മനസ്സിലായി അതിനകത്ത് $1 $2 കയറും, അതിനകത്ത് പ്രോഫിറ്റ് ഉണ്ട്, ലോസ് എന്താണെന്നൊക്കെ മനസ്സിലായി. നമ്മള് പഠിച്ചോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഒരു പെർസെന്റേജ് നമുക്ക് അറിയത്തില്ല. പക്ഷെ ആ മൂവ്മെന്റ് എന്താണെന്നൊക്കെ നമുക്ക് മനസ്സിലായി. ഇപ്പോഴും നമുക്ക് പല കാര്യങ്ങളും അറിയത്തില്ല, അത് വലിയൊരു ബ്രോഡായ ടോപ്പിക്കാണ്. പക്ഷെ അതിനകത്തുനിന്ന് നമുക്ക് ഒരു ധൈര്യം കിട്ടി, ഇച്ചിരി പൈസ ഇൻവെസ്റ്റ് ചെയ്തു. പിന്നെ ടെസ്ല സ്റ്റോക്സ് ആ സമയത്ത് ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് ഇപ്പൊ സ്പ്ലിറ്റിനൊക്കെ മുമ്പ് എനിക്ക് തോന്നുന്നത് ഞാൻ മേടിക്കുന്ന സമയത്തൊക്കെ രണ്ടാമത്തെ പ്രാവശ്യം സ്പ്ലിറ്റ് ആയതായിരുന്നു. അപ്പൊ 300-400 ആണ് ഞാൻ വാങ്ങിച്ചത്. അത് 550 റേഞ്ചിലേക്കൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പ്രോഫിറ്റ് പോകും. അപ്പൊ അങ്ങനെ ഞാൻ ആക്ച്വലി ഇച്ചിരി വലിയൊരു എമൗണ്ട് അതിനകത്ത് ഇടാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ അതിൽ നിന്ന് ഒത്തിരി പ്രോഫിറ്റ് കിട്ടി, ലോസ് സംഭവിച്ചു. അപ്പൊ അങ്ങനെയാണ് നമുക്ക് എന്താ പറയുക ഈ ഒരു പണം പെരുമാറാൻ പഠിച്ചത്, റിസ്ക് എടുക്കാൻ പഠിച്ചത്. ആ റിസ്കിൽ നിന്ന് ആണ് നമ്മൾ അടുത്ത എല്ലാ കാര്യങ്ങളും ചെയ്തത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഒരു മെയിൻ തോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം സ്റ്റോക്ക് മാർക്കറ്റ് ചെയ്യുന്നു, ഡേ ട്രേഡ് ചെയ്യുന്നു, പുറത്ത് നമ്മൾ പറയാനൊരു ലേബലില്ല. എന്താ പറയുക, ഇപ്പൊ ആരെങ്കിലും ചോദിക്കുവാണെങ്കിൽ എന്താ പരിപാടി ട്രേഡറാണ്. പക്ഷെ അത് നല്ലതാണ്. പക്ഷെ നമുക്കൊരു എന്താ പറയുക ഒരു ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലേബലായിട്ട് എനിക്ക് തോന്നിയില്ല.
പൈസ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് റിയൽ എസ്റ്റേറ്റ് ഒരു തോട്ട് വന്നത്. 2021 റിയൽ എസ്റ്റേറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അതിന്റെ മെയിൻ റീസൺ എന്റെ പപ്പ തന്നെയാണ്. എന്റെ പപ്പ ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഒക്കെയാണ് ചെയ്യുന്നത് നാട്ടില്. അപ്പൊ പപ്പയിൽ നിന്നാണ് ആ ഒരു മോട്ടിവേഷൻ നമുക്കുണ്ടായത്. ഞാൻ കാണുന്നതാണ് രാവിലെ 8 മണി തൊട്ട് ഫോൺ വിളിക്കുന്നു, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കോള് വരുന്നു, എപ്പോഴും കോള് ആ ഒരു പ്രോസസ് നമ്മൾ കണ്ടത്. അപ്പം നമ്മള് റിയൽ എസ്റ്റേറ്റ് പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചു. 2021 ഇവിടെ എന്ന് പറയുമ്പോൾ റിയൽ എസ്റ്റേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ കോഴ്സ് ഒക്കെ എടുക്കാം. നമ്മൾ ഹോളണ്ട് കോളേജിൽ പോയിട്ട് അതിനു വേണ്ടി പഠിച്ചു. പിന്നെ പഠിക്കാൻ വേണ്ടി മടിയായിരുന്നു, കാരണം ഒരു ബ്രേക്ക് വന്നു. പിന്നെ നമ്മൾ പോയി പഠിച്ചു, റിയൽ എസ്റ്റേറ്റ് സ്റ്റാർട്ട് ചെയ്തു. റിയൽ എസ്റ്റേറ്റ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മുടെ ഒരു മെയിൻ ഒരു ടെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെങ്ങനെ ചെയ്യും. ഓപ്പൺ മാർക്കറ്റ് ആണ്, നമ്മളെ ആരും ട്രസ്റ്റ് ചെയ്യും. കാരണം എന്റെ ഒരു മെയിൻ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏജ് ആണ്. എനിക്കതൊരു 25 ഇയേഴ്സ് ഉള്ളൂ. അപ്പം ഇത് വലിയൊരു പ്രോസസ് ആണ്. ഒരാളെ സംബന്ധിച്ച് ബിഗ്ഗസ്റ്റ് അക്കംപ്ലിഷ്മെന്റ് നമ്മളെ എങ്ങനെ ഏൽപ്പിക്കും എന്ന ഒരു ക്വസ്റ്റ്യൻ എന്നെ ഒത്തിരി ബോധർ ചെയ്തായിരുന്നു. അതൊരു വലിയ കാര്യമാണ്. അപ്പം ഞാനിപ്പം ഓർക്കുമ്പോ വിത്തിൻ 1 മന്ത് എനിക്കൊരു സെയിൽ നടന്നു. അത് നടന്നു കഴിഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വലിയൊരു ബ്ലെസ്സിങ് ആയി പോയി. എന്റെ ഒരു കോവർക്കറിന്റെ ഒരു അഡ്വർടൈസ്മെന്റ് ഞാൻ അങ്ങോട്ട് ഷെയർ ചെയ്തു. കോവർക്കറിന്റെ ഞാൻ ഇവിടെ പ്രൊമോട്ട് ചെയ്തു. അപ്പൊ കോവർക്കറിന്റെ ആ ഒരു സമയത്ത് ഒത്തിരി ബിസിനസ് ഉണ്ടായിരുന്നു. അപ്പം ഒരു ലീഡ് എനിക്ക് തന്നു. ആ ലീഡ് ഇവിടുത്തെ ലോക്കൽ ആൾക്കാരായിരുന്നു. അപ്പൊ അവരെ കൊണ്ടുപോയിട്ട് ഞാൻ വീട് കാണിച്ചു. അപ്പം അവർക്ക് വീട് കാണിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ല ഇത് ഫസ്റ്റ് ടൈമാണ് എന്റെ വീട് കാണിക്കുന്ന പരിപാടി എന്ന് ഞാൻ പറഞ്ഞില്ല. ഞാനൊരു 100 വീട് വിറ്റ കോൺഫിഡൻസ് ആണ്. അതാണ് നമ്മുടെ ബലം. പക്ഷെ അത് വർക്ക്ഔട്ട് ആയില്ല. ആ വീട് ഹയർ ഓഫറിൽ പോവുകയൊക്കെ ചെയ്തു. വർക്ക്ഔട്ട് ആയില്ല. അതിന് ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്റെ കൂടെ വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു ഓക്കെ, നോ പ്രോബ്ലം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 2-3-4 വീടും കൂടെ വേറെ കൂടെ കാണിച്ചു. അവർക്കൊരു വീട് ഇഷ്ടപ്പെട്ടു. 1 മന്ത് കൊണ്ട് തന്നെ അത് സെയിൽ കംപ്ലീറ്റ് ആയി. ആ ഡീലാണ് പിന്നെ നമുക്ക് ഫുൾ കോൺഫിഡൻസ് നമുക്ക് ബിൽഡ് ചെയ്യാം. അതെ. പിന്നെ അത് നമ്മൾ അഡ്വർടൈസ് ചെയ്തു. അഡ്വർടൈസ് ചെയ്തതാണ് എന്റെ ബിഗ്ഗസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു 20s ഒരു പെൺകുട്ടിക്ക് വീട് മേടിച്ചു കൊടുത്തു. അപ്പം എന്റെ ഒരു മെയിൻ ക്വസ്റ്റ്യൻ, ഒരു വലിയൊരു ഫാമിലി അല്ലെങ്കിൽ ഇച്ചിരി ഏജ് ആയ ഒരു ഫാമിലി ആണെങ്കിൽ ഇച്ചിരോടെ നമുക്ക് ഒരു ഉപകാരപ്പെടുമെന്നൊരു തോന്നുന്നുണ്ടായിരുന്നു. നമ്മുടെ ചർച്ചിലുള്ള ഒരു റിട്ടയർമെന്റ് ആൾക്കാര് എന്നോട് പറഞ്ഞു വീട് മേടിക്കാൻ താല്പര്യമുണ്ട്, വീട് മേടിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവർക്ക് സന്തോഷമുള്ള ഒരു വീട് മേടിച്ചു കൊടുത്തു. അപ്പൊ 2 ഫേസിലുള്ള ആളുകൾക്ക് ഉള്ള ട്രാൻസാക്ഷൻ ഞാൻ 1 to 2 months കൊണ്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് കോൺഫിഡന്റ് ആയി. പിന്നെ ബിസിനസ് ടേക്ക് ഓഫ് ചെയ്തത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മലയാളി ഫാമിലിക്ക് വീട് മേടിച്ചു കൊടുത്തപ്പോഴാണ്. അത് നല്ലൊരു ഡീല് നമുക്ക് കിട്ടി. നല്ലൊരു ബെസ്റ്റ് ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ അന്ന് ചെയ്യാൻ പറ്റി. അപ്പൊ അങ്ങനെ ആ ഒരു സെയിലാണ് ഇച്ചിരി പ്രൊജക്റ്റഡ് ആയത്. പിന്നെ ഒരുപാട് ആൾക്കാരെ ഇങ്ങോട്ട് കോൾ ചെയ്യാൻ തുടങ്ങി. പിന്നെ ആ ഒരു ഫ്ലോ കിട്ടി. നമുക്ക് എല്ലാ മന്തിലും സെയിൽ വന്ന് പിന്നെ ഒരു ഇപ്പൊ അറിയപ്പെടുന്ന ഒരാളായി. ഏത് മലയാളിക്ക് അത് അതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ മലയാളി കമ്മ്യൂണിറ്റി തന്നെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്തത്. അതിനകത്ത് ഇപ്പൊ നമ്മുടെ തുടക്കം മുതലേ സപ്പോർട്ട് ചെയ്ത ഫാമിലീസ് ഉണ്ട്. ആ ഫാമിലി കഴിഞ്ഞ ശേഷം 2-3 ഫാമിലീസിന് മേടിച്ചു കൊടുത്തു, വീട് മേടിച്ചു കൊടുത്തു. അവരാണ് മെയിൻ റീസൺ. നമ്മൾ അടുത്തൊരു ലെവലിലേക്ക് ഗ്രോ ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്തത് മലയാളി ഫാമിലീസ് തന്നെയാണ്. ഈ കമ്മ്യൂണിറ്റി തന്നെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്തത്. ആ ഒരു ഫ്ലോ പിന്നെ പിന്നെ കുറഞ്ഞില്ല. പിന്നെ ആ ഒരു ഫ്ലോയിലാണ് കയറിപ്പോയി. അതെ. ആ ഒരു പാത്തിൽ തന്നെ നമ്മൾ പോയി. പിന്നെ ദൈവം സഹായിച്ച് എല്ലാ കാര്യങ്ങളും സ്മൂത്തായി. ഇപ്പോ 2026 എത്തി. ഇപ്പോഴും ബിസിനസ്സുകൾ ഒരുപാട് ചെയ്യുന്നുണ്ട്. ഞാൻ ഒരുപാട് ഫോട്ടോസ് കാണുന്നുണ്ട്. അതായത് താല്പര്യമുണ്ട് അങ്ങനത്തെ ഒരുപാട് ഫോട്ടോസ് ഞാൻ കാണാറുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഫൈനാൻഷ്യൽ അഡ്വൈസർ ഫീൽഡിലും ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടല്ലേ? ഫൈനാൻഷ്യൽ പ്ലാനിംഗും സ്റ്റാർട്ട് ചെയ്തത് ഫോളോയിങ് ഇയറിലാണ്. 2021 റിയൽ എസ്റ്റേറ്റ് സ്റ്റാർട്ട് ചെയ്തത്. 2022 നമ്മൾ ഫൈനാൻഷ്യൽ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തു പോകും. അത് ഒരു കണക്ഷൻ ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി.
അതിന്റെ മെയിൻ റീസൺ നമ്മൾ തുടങ്ങാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ വീട് വാങ്ങിക്കുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ പ്രോപ്പർലി അല്ല വീട് വാങ്ങിക്കുന്നത്. പിന്നെ എന്താ പറയുക, അവർ വെൽത്ത് ബിൽഡ് ചെയ്യുന്നതിനകത്ത് ഒരുപാട് ആൾക്കാർക്ക് ചലഞ്ച് ഉണ്ട് എന്ന ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അതും പഠിക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചു. അങ്ങനെ ഫൈനാൻഷ്യൽ ലൈസൻസ് കൊടുത്തു. ലൈസൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ ടീം ബിൽഡ് ചെയ്തു. അങ്ങനെ നമ്മളിവിടെ ഫൈനാൻഷ്യൽ ഓഫീസും ഡൗൺ ടൗണിൽ നമുക്ക് ഓഫീസുണ്ട്, ഫൈനാൻഷ്യൽ ഓഫീസ്. ഓക്കെ, സോ ഈ ഒരു 2015 മുതൽ 2026 വരെയുള്ള എക്സ്പീരിയൻസ് ആണ് ഇപ്പൊ പറഞ്ഞത്. ഇനി വരാൻ പോകുന്ന ആൾക്കാരോടും അല്ലെങ്കിൽ ഇപ്പൊ PR ഇപ്പോഴുള്ളവർ സ്ട്രഗിൾ ചെയ്യുന്നവരോടും അവരോട് എന്തെങ്കിലും പറയണ്ടെങ്കിൽ അതെന്തായിരിക്കും അഡ്വൈസ്? ഇവിടെ ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാനഡ എന്ന് പറഞ്ഞ കൺട്രീനെ ഒരുപാട് ആൾക്കാര് കുറ്റപ്പെടുത്താറുണ്ട്. എന്താ പറയണേ, നമുക്ക് വെൽത്ത് ബിൽഡ് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഇവിടുത്തെ വെതർ നല്ലതല്ല, ഗ്രോ ചെയ്യാൻ പറ്റത്തില്ല, ടാക്സ് കൂടുതലാണ്. പക്ഷെ നമുക്ക് വളരുവാൻ പറ്റുന്ന ഒരു രാജ്യം കൂടിയാണ്. അതായത് ഞാൻ മനസ്സിലാക്കിയത്, നമ്മുടെ സ്കില്ല് നമ്മൾ ഷാർപ്പൺ ചെയ്യാൻ വേണ്ടി നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പ്ലാറ്റ്ഫോം നമുക്ക് ഭയങ്കര ഫേവറബിൾ. അതാണ് ഞാൻ മനസ്സിലാക്കിയത്. അത് പ്രൂവ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഡ്യൂക്കേഷൻ മാത്രമല്ല, നമ്മൾക്ക് വേണ്ടത് കാനഡ ഡിമാൻഡ് ചെയ്ത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഗ്രോ ചെയ്യാൻ പറ്റുന്ന ഒരു കൺട്രിയാണ്. അതാണ്. അപ്പം ഇപ്പം വരുന്ന സ്റ്റുഡൻസ് ആണെങ്കിലും വർക്ക് പെർമിറ്റ് ഉള്ള ആൾക്കാരാണെങ്കിലും ഇപ്പൊ PR ഒരുപാട് പ്രയാസമാണ്. പക്ഷെ PRന്റെ ബേർഡൻ പോലെ തന്നെ ക്യാഷ് ഫ്ലോ ഇൻക്രീസ് ചെയ്യണം എന്നൊരു ബേർഡനും കൂടെ നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരുപാട് തിരക്കാണ്. താങ്ക് യു വെരി മച്ച്. അതൊരു കാഴ്ച ഞാൻ പോകണല്ലോ. ഇതാണല്ലേ വണ്ടി. ഓക്കെ, ഞാൻ ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഓക്കെ, കൂടുതൽ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ.